എല്ലാ പ്രിയപ്പെട്ടവർക്കും പുസ്തക പരിചയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ സുരേന്ദ്രൻ പുത്തഞ്ചേരി. പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിചയപ്പെടുത്തുന്നത് അനീതിക്കും അടിച്ചമർത്തലിനുമെതിരെ തൂലിക ചലിപ്പിച്ച ഒരു പ്രണയ കവിയെക്കുറിച്ചാണ്. അമേരിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ കവിയായിരുന്ന പാബ്ലോ നെരൂദയാണ് ഇന്ന് വിശകലനം ചെയ്യപ്പെടുന്നത്. ഈ പരിചയപ്പെടുത്തലിന് പ്രൊഫസർ CP അബൂബക്കറിനോട് കടപ്പാടുണ്ടെന്ന് ആദ്യമേ പറഞ്ഞു വയ്ക്കട്ടെ. പ്രണയവും ദിശാബോധവും ചരിത്രവും പാബ്ലോ നെരൂദയുടെ കവിതകളിൽ അവിഭാജ്യമാംവിധം ലയിച്ചു ചേർന്നിട്ടുണ്ട്. കവിതയുടെ ആശയഭംഗിയും രാഷ്ട്രീയ ദിശാബോധവും നെരൂദ കവിതകളിൽ നമുക്ക് ദർശിക്കാൻ കഴിയും. സാമൂഹ്യ മാറ്റമുണ്ടാകണമെന്ന ഒരു പോരാളിയുടെ മനസ്സ് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ വായിച്ചെടുക്കാൻ കഴിയും. തനിക്ക് കൂടി പങ്കാളിത്തമുള്ള ചരിത്ര സംഭവങ്ങളിലൂടെയാണ് നെരൂദ തൻ്റെ കാവ്യപാരമ്പര്യം കെട്ടിപ്പടുത്തത്. അരിസ്റ്റോക്രസിക്കെതിരെ ചിലിയിൽ നടന്ന വിദ്യാർത്ഥി മുന്നേറ്റത്തിൽ സജീവ പങ്കാളിയായിരുന്നു നെരൂദ. ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ അലൻഡയുടെ ഭരണത്തിൻ്റെ പ്രചാരകൻ കൂടിയായി അദ്ദേഹം മാറി. ചിലിയിലെ അമേരിക്കൻ അധിനിവേശത്തിനെതിരെ അദ്ദേഹം ശബ്ദമുയർത്തി. അടിച്ചമർത്തലിനും അനീതിക്കുമെതിരെ തൻ്റെ കവിതയാകുന്ന ആയുധം കൊണ്ട് അടരാടാൻ നെരൂദ തയ്യാറായി. മാച്ചു പിച്ചുവിൻ്റെ ഉയരങ്ങൾ എന്ന കവിത ഇതിന് ഉദാഹരണമാണ്. മിത്തോളജിയെയും ചരിത്ര സ്മരണകളെയും ജീവിത ദുരിതങ്ങളെയും സമൂഹത്തെയുമായി ഈ കവിത അഭിസംബോധന ചെയ്യുന്നു. മഹത്തായ ഒരു സംസ്കാരത്തെയും അടിമകളാക്കപ്പെട്ട ഒരു ജനതയെയും ആവിഷ്കരിക്കുവാൻ കമ്മ്യൂണിസ്റ്റ് കവിയായ നെരൂദയ്ക്ക് കഴിയുന്നു എന്നുള്ളത് എത്ര മനോഹരമാകുന്നു. ശബ്ദം നഷ്ടപ്പെട്ടവൻ്റെ ശബ്ദമാകുന്നു നെരൂദ കവിത. സ്പാനിഷ് ആഭ്യന്തര യുദ്ധകാലത്താണ് കവിതയും സാമൂഹ്യ നവോത്ഥാനവും തമ്മിലുള്ള ഉയിർത്തെഴുന്നേൽപ്പ് സാധ്യമായത്. ലോർക്കയെ പോലുള്ള കവികളുമായുള്ള ബന്ധം നെരൂദയെ വിഷാദങ്ങളിൽ നിന്നും ഒറ്റപ്പെടലിൽ നിന്നും മുക്തനാക്കി. വൈകാതെ ലോർക്കയുടെ കപടദേശീയവാദികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇത് നെരൂദയെ സ്തബ്ധനാക്കി. ജീവിത വിജയം നേടാൻ കവിതയാണ് തന്നെ സഹായിക്കുന്നത് എന്ന് എപ്പോഴും നെരൂദ പറയാറുണ്ട്. കവിത കൊല ചെയ്യപ്പെടുകയാണെന്ന് നെരൂദ തിരിച്ചറിയുന്നു. ഈ അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ ചിന്താമണ്ഡലം മാറുന്നു. കമ്മ്യൂണിസത്തോട് കൂടുതൽ ആഭിമുഖ്യം വളർന്നു. പിച്ചോനയുടെ സർക്കാരിന് നെരൂദയെ സഹിക്കാൻ കഴിഞ്ഞില്ല. വിശ്വസാഹിത്യത്തിലെ ഒട്ടേറെ പ്രണയ കവികളും വിപ്ലവ കവികളുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപാത്രങ്ങളായി മാറിയത് അതുകൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിന് ഒട്ടേറെ പ്രണയ കവിതകളും വിപ്ലവ കവിതകളും രചിക്കാൻ പ്രചോദനമായതും അതുതന്നെ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രണയ കവിത നമുക്ക് പരിചയപ്പെടാം. വെളുത്ത മധുവമേ, നീ എൻ്റെ ഹൃദന്തത്തിൽ മൂളുന്നു. മധുവണ്ട് മതിച്ചു പറക്കുന്നു. ഞാൻ ആശ നശിച്ചവൻ, മാറ്റൊലിയില്ലാത്ത വാക്ക്, സർവവും പൊയ്പോയവൻ, സർവവും ഉണ്ടായിരുന്നോൻ, നീ എൻ്റെ ഒടുക്കത്തെ കടവുകയർ. എൻ്റെ അന്ത്യസങ്കല്പങ്ങളോ നിന്നിലേക്കൊഴുകുന്നു. എൻ്റെ വന്ധ്യമാം ഭൂമിയിൽ അവസാന പൂവാണ് നീ. മൂകമായുള്ളോളെ, നിൻ്റെ അഗാധമാം കണ്ണുകൾ അടയ്ക്കുക. അവിടെ പിടയ്ക്കുന്നു യാമിനി. നിൻ്റെ ശരീരമോ ചകിതമാകുന്നൊരു പ്രതിമ, തീർത്തും നഗ്നം. നിൻ്റെ ആ നയനങ്ങൾ അത്യന്തം അഗാധം. ഉള്ളിൽ രാത്രികൾ മതിക്കുന്നു. പൂക്കൾ തൻ തണുത്ത കരം, പൂവിൻ്റെ മടിത്തട്ട്, നിന്മാറ് വെൺശംഖുകൾ, നിഴലിൽ പൂമ്പാറ്റകൾ നിൻ നാഭീതീരങ്ങളിൽ വിശ്രാന്തി കൊണ്ടിരിക്കുന്നു. മൂകയായുള്ളോളെ, മൂളുന്നു വണ്ട്. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മനോഹരമായ കവിതകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഒട്ടേറെ പ്രണയ കവിതകൾ അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. 16കാരനായിരുന്ന നെരൂദ 1920 എഴുത്തു തുടങ്ങി. ശതാബ്ദിയിൽ എത്തി നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ. കവിയുടെ കൗമാരകാല കവിതകൾ ലോകകാര്യ ചരിത്രത്തിലെ തന്നെ ഒരു അപൂർവ സംഭവ രചനകളാകുന്നു. അദ്ദേഹത്തിൻ്റെ 20 പ്രണയ കവിതകൾ എന്ന പുസ്തകം ഏറ്റവുമധികം ഭാഷകളിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ്. നെരൂദ തികച്ചും വായിക്കപ്പെടേണ്ട ഒരു കവിയാണ്. നന്ദി.